ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശബര്യാശ്രമ പ്രവേശം. മുമ്പിലമ്മാറു കാണാം മതംഗാശ്രമം. തത്ര സംപ്രതി വസിക്കുന്നു ശബരീ തപസ്വിനി. ത്വത്പാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലുമവൾ. അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാവനത്തൂടെ മന്ദമന്ദം പോയി ചെന്നു. ചാരുത ചേർന്ന ശബര്യാശ്രമമകം പുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ സമ്പദിച്ചിതു പാദാംഭോരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളുമാനന്ദമുൾക്കൊണ്ടു പാദ്യാർഘ്യാസനാദികളാലെ പൂജിച്ചു തത്പാദതീർത്ഥാഭിഷേകവും ചെയ്തു. ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ. ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെപ്പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർക്കളും. എന്നോടു ചൊന്നാരവരേതുമേ ഖേദിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവന്നവതരിച്ചിതു രാക്ഷസവധാർത്ഥമായി. നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടുമിവിടേക്കു രാഘവനെന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം. വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിൻ തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിൻ തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ്ഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നിലയല്ലോ. ജ്ഞാനമില്ലാത്ത ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം
കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനുമിങ്ങുൾക്കമലത്തിലറിയപ്പോക ദയാനിധേ. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാൻ, ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസ യാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മദ്ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവൻ, ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം, പിന്നെ മത്കഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മദ്ഗുണേരണം, പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം. മത്കലാജാതാചാര്യോപാസനമഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും. മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതു മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മദ്ഭക്തന്മാരിൽ പരമാസ്തിക്യവും. സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും. മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ, ചിത്തശുദ്ധിക്കു മൂലമാദിസാധനം നൂനം. ഉക്തമായിതു ഭക്തിസാധനം നവവിധം, ഉത്തമേ ഭക്തി നിത്യമാർക്കൊള്ളൂ വിചാരിച്ചാൽ. തിര്യഗ്യോനിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാവും. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും, തത്ര ജന്മനി മർത്യനുത്തമ തപോധനേ. ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ. ഭാഗവതാഠ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കു തപോധനേ. ജാനകി മാർഗമറിഞ്ഞിടിൽ നീ പറയണം, കേനവാനിതാ സീതാമത്പ്രിയാ മനോഹരേ. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുവാനാദരാലുര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിൻ തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം.
കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശാ തണ്ടലർ മകളെ ഞാൻ. മുമ്പിലങ്ങാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തത്പുരോ ഭാഗേ പശ്യ പർവ്വതവരമൃഷ്യമൂകാഖ്യം. തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ അനുദിനം. ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ. പാലനം ചെയ്ക ഭവാനവന വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ. ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവത്പാദ പങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവ മേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടിത്തമുക്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കിലിന്നവർക്കെന്നില്ലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കേണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരസന്ത്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമ രാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. യുദ്ധമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈകിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളെന്നിരുന്നരുളിനാൾ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. മുക്തി ലഭിച്ച കബന്ധൻ വാക്ക് പാലിക്കുകയാണ്. സീതാദേവിയെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന് പറയാൻ കഴിവുള്ള ആളെക്കുറിച്ചുള്ള വിവരമാണ് കൊടുക്കുന്നത്. മുമ്പിൽ അമ്മാറ് കാണാം മതംഗാശ്രമം, മതംഗ മഹർഷിയുടെ ആശ്രമം. തത്ര സംപ്രതി വസിക്കുന്നു. സംപ്രതി ഇപ്പോൾ വസിക്കുന്നത് ശബരി എന്നു പേരുള്ള തപസ്വിനി.
ശബരിയാകട്ടെ ത്വത് പാദാംബുജ ഭക്തി കൊണ്ട് ഏറ്റം പവിത്രയായി. ശബരി പവിത്രയാകാൻ കാരണം ഭഗവാന്റെ പാദഭക്തിയാണ്, ഭഗവാനിലുള്ള ഭക്തി കൊണ്ട് മാത്രമാണ്. എപ്പോഴും ഭവാനെയും ധ്യാനിച്ച് വിമുക്തയായി, അങ്ങനെ തന്നെ അവൾ ഈ ലൗകിക ജീവിതത്തിൽ നിന്നൊക്കെ വിമുക്തയായി കഴിഞ്ഞതാണ്. അവളെ ചെന്ന് കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ, ശബരി പറഞ്ഞു തരും. അങ്ങനെ അവനീസുത തന്നെ സീതാദേവിയെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ഗന്ധർവനേവം, കബന്ധനായി തീർന്ന ആ ഗന്ധർവൻ ഏവം ഇപ്രകാരം ചൊല്ലിമറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദമന്ദം പോയി ചെന്ന് ചാരുത ചേർന്ന മനോഹരമായ ശബരിയാശ്രമമകം പുക്കാർ. അങ്ങനെ അവിടെ ചെന്നു. രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ സംഭ്രമത്തോടും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, എന്നാലും പെട്ടെന്ന് കണ്ടപ്പോൾ സംഭ്രമത്തോടെ പ്രത്യുത്ഥായ ചാടി എഴുന്നേറ്റ് താപസി ഭക്തിയാ സമ്പതിച്ചിതു, ഉടനെ തന്നെ ആ ഭഗവാന്റെ കാൽക്കൽ സമ്പതിച്ചിതു. പാദാംഭോരുഹയുഗത്തിങ്കൽ ഭഗവാന്റെ താമര പോലെയുള്ള ആ കാൽക്കൽ വീണു. സന്തോഷപൂർണ്ണ അശ്രുനേത്രങ്ങളോടവളും ആനന്ദമുൾക്കൊണ്ടു. എന്നിട്ട് പാദ്യ അർഘ്യ ആസനാദികളാലെ, പാദ്യം എന്നാൽ കാൽ കഴുകിക്കാനുള്ള വെള്ളം, അർഘ്യം ഭഗവാനെ പൂജിക്കാനുള്ള വെള്ളം, ആസനം നല്ലൊരു ഇരിപ്പിടം ഒക്കെ തയ്യാറാക്കി പൂജിച്ചു. തത് പാദതീർത്ഥ അഭിഷേകവും ചെയ്തു. ഭഗവാന്റെ പാദതീർത്ഥത്തെ സ്വയം അത് കുടിക്കുകയും ചെയ്തു. ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൾ, പിന്നീട് പഴം ഒക്കെ കൊടുത്തു. പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നിതു. ശബരി ചെയ്ത ആ പൂജ വളരെ സന്തോഷത്തോടെ ഭഗവാൻ സ്വീകരിച്ചങ്ങനെ ആനന്ദിച്ചു. രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും, രണ്ടുപേരും രാമലക്ഷ്മണന്മാരും അങ്ങനെ സന്തോഷിച്ചു. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ, ധന്യയായി വന്നേനഹം ഇന്ന് പുണ്യാതിരേകാൽ. പുണ്യത്തിന്റെ അതിരേകമുള്ളവർക്ക് മാത്രമേ ഭഗവാനെ ഇങ്ങനെ നേരിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി അവിടെ അവിടെ ഇങ്ങനെ കാത്തിരിക്കാനുണ്ടായ കാരണം പറയുകയാണ്. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം, എൻ്റെ ഗുരുക്കന്മാരായ മുനിമാർ നിന്നെയും പൂജിച്ച് അനേകായിരത്താണ്ട്, ഒരുപാട് വർഷമായി കുറെ മുനിമാർ ഈ ആശ്രമത്തിൽ വസിക്കുകയായിരുന്നു വാണാർ. അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. ഒരു കാട്ടുവാസിയാണ്, കാട്ടിലാണ് ശബരി വസിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ജാതി വ്യവസ്ഥ പറയുകയാണെങ്കിൽ ഏറ്റവും നീചകുലത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ്. പക്ഷേ മതംഗാശ്രമത്തിൽ മതംഗ മഹർഷിയാണ് ശബരിക്ക് ഇങ്ങനെയൊരു ഗതി കൊടുക്കാൻ കാരണം. ഒരു പക്ഷേ പൂർവജന്മത്തിൻ്റെ തുടർച്ച എന്നതുപോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ആശ്രമത്തിൽ വന്ന് മഹർഷിക്ക് പൂജയ്ക്ക് വേണ്ടുന്നതൊക്കെ ഒരുക്കി കൊടുക്കുമായിരുന്നു അത്രേ ശബരി. അപ്പോൾ ഇതാരാണ് തൻ്റെ ആശ്രമത്തിൽ ഇങ്ങനെ പൂക്കളൊക്കെ കൊണ്ടുവയ്ക്കുന്നത് എന്ന് മഹർഷി ഒരു ദിവസം കണ്ടുപിടിച്ചു. അത് ശബരിയായിരുന്നു. ശബരി അന്ന് ചെറിയ കുട്ടിയായിരുന്നു. അങ്ങനെ മതംഗാശ്രമത്തിൽ താമസിച്ച് മറ്റ് ശിഷ്യന്മാരോടുകൂടെ എല്ലാ സാധനങ്ങളും പറഞ്ഞു കൊടുത്തു മതംഗ മഹർഷി. കാരണം മതംഗ മഹർഷി ത്രികാലജ്ഞാനിയാണ്. ശബരി ആരായി തീരാൻ പോകുന്നവളാണെന്ന് മഹർഷിക്കറിയാം. അങ്ങനെ അവിടുത്തെ മുനിമാരോടുകൂടെ അവിടെ അന്തേവാസിയായിട്ടിരിക്കുകയായിരുന്നു ശബരി. അപ്പോൾ പറയുകയാണ്, അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. അവരൊക്കെ ഈ അടുത്ത് അവരുടെ സാധന കൊണ്ട് തന്നെ അവർ ബ്രഹ്മപദത്തെ പ്രാപിച്ചു. എന്നാൽ എന്നോട് ചൊന്നാർ അവർ ഏതുമേ ഖേദിയാതെ, അതായത് എനിക്ക് ആ ബ്രഹ്മപദം പ്രാപിക്കാൻ സാധിക്കില്ല ഇപ്പോൾ എന്ന് മനസ്സിലാക്കി അവർ എന്നോട് പറഞ്ഞു, നീ ദുഃഖിക്കേണ്ട, അവരെക്കാളും വലിയ ഭാഗ്യം നിന്നെ കാത്തിരിപ്പുണ്ട്. ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം, നീ ഇവിടെ തന്നെ വസിക്കുക. കാരണം പന്നകശായി, ആ
പന്നകശായി അനന്തശായി ആയിട്ടുള്ള പരൻ പുരുഷൻ പരമാത്മാവൻ അവതരിച്ചിതു, ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് രാക്ഷസവധാർത്ഥമായി. നമ്മെ പോലെയുള്ള മുനിജനത്തെയും അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാൻ ഇപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. ഇതാ ഇവിടെ അടുത്ത് വരെ എത്തിക്കഴിഞ്ഞു ഭഗവാൻ. വന്നിടും ഇവിടേക്ക് രാഘവൻ, എന്നാൽ അവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ. നിനക്ക് ഞങ്ങളെക്കാളും ഭാഗ്യമാണ് വരാൻ പോകുന്നത്. രാഘവൻ ഇവിടെ വരും, നിന്നെ കാണും. നിന്നെ കണ്ട് അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് നിനക്ക് ദേഹം ത്യജിക്കാം. അങ്ങനെ വന്നിടുമെന്നാൽ അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് നിന്റെ ദേഹം ത്യജിച്ചാൽ മോക്ഷം നിനക്കുമെന്ന് നൂനം. ഒരു സംശയവും വേണ്ട, നിനക്ക് മോക്ഷം ലഭിക്കും. വന്നിടൗവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞ വാക്കുകൾ ഇതാ സത്യമായിരിക്കുന്നു. നിൻ തിരുവടിയുടെ വരവും പാർത്ത് പാർത്ത് നിൻ തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മദ് ഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നീലയല്ലോ. അവർക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യമാണല്ലോ ഭഗവാനെ എനിക്ക് ലഭിച്ചത്. എന്നിട്ട് സ്വയം ഞാൻ ആരാണ് ഇതിനൊക്കെ എന്ന് സ്വയം ഒരു എന്താണ് അവജ്ഞയോടെ നോക്കുകയാണ്. കാരണം നീചജാതിയിൽപ്പെട്ട എനിക്ക് എന്ത് അർഹതയാണ്? ജ്ഞാനമില്ലാത്ത ഒരറിവുമില്ലാത്ത ഹീനജാതിയിലുള്ള മൂഢയാണ് ഞാൻ. കാരണം പൊതുവെ സ്ത്രീകൾക്ക് അത്തരം അറിവുകൾ ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു സ്ത്രീയാണ് ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലല്ലോ. എനിക്കിതിനൊക്കെ എന്ത് അർഹതയാണെന്ന് മനസ്സിലാകുന്നില്ല. വാങ് മനോവിഷയമല്ലാതൊരു ഭവദ്രൂപം. യഥാർത്ഥത്തിൽ അങ്ങയുടെ രൂപം വാക്കുകൾക്ക് അഗോചരമാണ്, മനസ്സിന് അഗോചരമാണ്. കാണാനും പറയാനും ഒന്നും സാധിക്കില്ല. പക്ഷേ അത് അങ്ങനെ ഒരു രൂപം സ്വീകരിച്ച് ഭഗവാൻ വന്നപ്പോൾ കാണാനും അവകാശം വന്നത് മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും അങ്ങയെ എന്ത് പാടി സ്തുതിക്കണം എന്നുപോലും ഉൾക്കമലത്തിൽ അറിയപ്പോകാതെയാണിത്. എനിക്കറിയില്ലല്ലോ ഭഗവാനെ, ഞാൻ എന്ത് ചൊല്ലിയാ അങ്ങയെ സ്തുതിക്കേണ്ടത്? അത്ര പോലും അക്ഷരാഭ്യാസമില്ല എനിക്കൊന്നും സ്തുതിക്കാനും അറിയില്ലല്ലോ. രാഘവൻ അത് കേട്ട് ശബരിയോട് ചൊന്നാൻ. ഇതൊക്കെ കേട്ടിട്ട് രാഘവൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ആകുലം കൂടാതെ നീ വിഷമിക്കുകയേ ചെയ്യരുത്. ഞാൻ പറയുന്നത് കേൾ. നീ ഇപ്പോൾ വിചാരിക്കുന്നു ഇതിനൊന്നും അർഹയല്ല എന്ന്. എന്നാൽ കേട്ടുകൊള്ളുക, ആരാണ് ഭക്തൻ? പുരുഷ സ്ത്രീ ജാതി നാമ ആശ്രമാദികളല്ല കാരണം മമ ഭജനത്തിന് ജഗത്രയേ. പുരുഷനാണോ സ്ത്രീയാണോ ഇനി ഏതെങ്കിലും മൃഗജാതിയിലാണോ, നിങ്ങളുടെ പേര്, ആശ്രമം, അതായത് വാനപ്രസ്ഥം, സന്യാസം, ബ്രഹ്മചര്യം, ഇങ്ങനെയുള്ള ആശ്രമങ്ങളോ, ഇതൊന്നുമല്ല കാരണം മമ ഭജനത്തിന് ജഗത്രയേ. ഈ 3 ലോകത്തിലും ഭക്തി ഒന്നൊഴിഞ്ഞ് മറ്റില്ല കാരണമേതും. ഭക്തി മാത്രമാണ് ഞാൻ നോക്കുന്നത്. മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. ഭക്തിയിലൂടെ വളരെ എളുപ്പം മുക്തി സംഭവിക്കും. ഇനി തീർത്ഥ സ്നാനാദി തപോദാന വേദ അധ്യയന ക്ഷേത്ര ഉപവാസ യാഗാദി അഖില കർമ്മങ്ങളാൽ പൊതുവെ ഭക്തനാണ് എന്നതിന് സ്വയം നമ്മൾ വിശ്വസിക്കുന്ന ചില കാരണങ്ങൾ ഇതാണ്. ഞാൻ ഒരുപാട് തീർത്ഥസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്, തപസ് ചെയ്തിട്ടുണ്ട്. തപസ് എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് അത് വ്രതം ഒക്കെയാണ്. പിന്നെ ദാനധർമാദി കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ട്. വേദാധ്യയനം ചെയ്തയാളാണ്. എന്നും ക്ഷേത്ര ദർശനം നടത്തും. ഉപവാസം, ഒരു ഉപവാസം പോലും ഞാൻ മുടക്കാറില്ല. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ യാഗാദി കാര്യങ്ങൾ ഇതൊക്കെ ചെയ്താലും ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല. ഇതൊക്കെ നിങ്ങൾ വെറുതെ ചെയ്യുകയാണെങ്കിൽ, ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ എന്നെ കിട്ടുകയില്ല. അത് എന്നെ മദ്ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും, എന്നിലുള്ള പ്രേമഭക്തി, ഭഗവാൻ മാത്രം മതി എന്ന ഭക്തി ഒഴിഞ്ഞ് എന്നെ നിങ്ങൾക്ക് കിട്ടുകയില്ല. ഇനി ഭഗവാൻ
വളരെ പ്രസിദ്ധമായിട്ട് ഗീതയിൽ പറഞ്ഞ അതേ ഭക്തി സാധനം എന്താണ് ഭക്തി, ആരാണ് ഭക്തൻ എന്നത് സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിയിടുവൻ. ഭക്തി സാധനത്തെ പറയുകയാണ്. നവവിധ ഭക്തി, 9 വിധത്തിൽ അതിങ്ങനെ പടിപ്പടിയായിട്ട് നമ്മൾ ഉയരണം. ഉത്തമയെ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. ഒന്നാമത്തെ പടി സത്സംഗമാണ്. കാരണം ഈ സത്സംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാനെ അറിഞ്ഞ മുക്തന്മാരുടെയോ അല്ലെങ്കിൽ നിഷ്കാമഭക്തി ഉള്ള ഭക്തന്മാരുടെയോ സംഘം. അവരുമായിട്ട് കാണുക, സംസാരിക്കുക, അവരുടെ അനുഭവങ്ങൾ കേൾക്കുക. ഇതാണ് സജ്ജന സംഘം. പിന്നെ മത് കഥാലാപം, 2ാം സാധനം. ഇനി രണ്ടാമത് ഭഗവാന്റെ കഥകൾ കേൾക്കുക, ആലപിക്കുക, അതിലങ്ങനെ രസിക്കുക. ഇനി 3ാമത് മത് ഗുണേരണം. ഭഗവാന്റെ കഥകളിലൂടെ എന്താണ് പറയുന്നത്? ഭഗവാന്റെ ഗുണങ്ങൾ. അതിലങ്ങനെ നമ്മൾ അഭിമാനം കൊള്ളുക, അതിലങ്ങനെ രസിക്കുക. അതാണ് 3ാമത്തത്. പിന്നെ മത് വചോ വ്യാഖ്യാതൃത്വം, അതാണ് 4ാമത്തത്. അതായത് ഭഗവാന്റെ വാക്കുകളെ, പ്രത്യേകിച്ച് ഭഗവത്ഗീത പോലെയുള്ള താത്വികമായ വാക്യങ്ങളെ കുറിച്ചുള്ള വ്യാഖ്യാനം കേട്ട് മനസ്സിലാക്കുക. അതാണ് 4ാമത്തത്. ഇനി 5 മത് കലാജാത ആചാര്യ ഉപാസനം. ഭഗവാന്റെ തന്നെ അംശമായിട്ട് ഭൂമിയിൽ വന്ന് അവതരിച്ച ഒരുപാട് ആചാര്യന്മാരുണ്ട്. യഥാർത്ഥ യോഗികളായിട്ടുള്ള ആചാര്യന്മാർ, ശ്രീ ശങ്കരാചാര്യർ ഒക്കെ അങ്ങനെയാണ്. ഭഗവാൻ ശിവന്റെ അവതാരമായിട്ടാണ് ശങ്കരാചാര്യരെ കാണുന്നത്. അപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രനല്ലേ പറയുന്നത് എന്ന് വിചാരിക്കരുത്. ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു ഇവർ പലതല്ല, ഒന്നാണ് എന്ന് പല തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ആചാര്യനും യോഗികളായി ജനിച്ച ആചാര്യന്മാരുടെ ഉപാസനം, അവരെ അടുത്ത് ചെന്ന് അവരെ ഉപാസിക്കുക. അതാണ് 5ാമത്തത്. പിന്നെ പുണ്യശീലത്വം, മനസ്സുകൊണ്ട് ശുദ്ധിയുള്ളവരായിരിക്കണം. അതിനാണ് യമനിയമാദികളോടും കൂടെ, യമം എന്നാൽ അഹിംസ, അഹിംസയുള്ള ചിന്താഗതി, സത്യം മാത്രം പറയുക, അസ്തേയം, നമുക്ക് അർഹതപ്പെടാത്തതൊന്നും ആഗ്രഹിക്കാതിരിക്കുക, ബ്രഹ്മചര്യം, നിയന്ത്രണം, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ നിയന്ത്രണം, അപരിഗ്രഹം, മറ്റുള്ളവരിൽ നിന്ന് വേണ്ടാത്തത്, അതായത് നിന്ദാസ്തുതികളെ ഒന്നും സ്വീകരിക്കാതിരിക്കുക. അതാണ്, ഇത്രയുമാണ് യമം. ഇനി നിയമം എന്നാൽ ശൗചം, ആന്തരിക ശൗചവും ഒപ്പം ബാഹ്യ ശൗചവും, അത് വളരെ പ്രധാനമാണ്. സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും. തപസ് എന്ന് പറയുന്നത് ഭഗവാന് വേണം എന്നുള്ള ആഗ്രഹത്താൽ ചെയ്യുന്ന ഒരു ചില ദിവസങ്ങളിൽ നമ്മൾ മൗനം ആചരിക്കുക, ഒന്നും സംസാരിക്കാതെ അങ്ങനെ കുറച്ച് ദിവസമോ ഒരു ദിവസമോ ഒക്കെ ഇരിക്കാൻ സാധിക്കുക, അതൊക്കെ തപസ്സാണ്. പിന്നെ സ്വാധ്യായം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും മനനം ചെയ്യുകയും ചെയ്യുക. ഈശ്വര പ്രണിധാനം, ഈശ്വരനിൽ ശരണാഗതി അടയുക, ഇത്രയുമാണ് നിയമം. ഇങ്ങനെ അതിനുശേഷം യമനിയമാദികളോടുകൂടെ എന്നെ മുട്ടാതെ പൂജിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കണം. അതിലൂടെയാണ് ഈശ്വരനെ അറിയേണ്ടത്. അപ്പോൾ നേരത്തെ ഭഗവാൻ പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനമോ പൂജാതി കാര്യങ്ങളോ ഒന്നുമല്ല ഭക്തിയുടെ നിർവചനം. ആരാണ് ഭക്തൻ എന്നതിൻ്റെ നിർവചനം? അവനവൻ്റെ ഉള്ളിലാണ് ഭഗവാനെ അനുഭവിക്കേണ്ടത്. അതിന് ക്ഷേത്ര ദർശനം നടത്തിയാലും നടത്തിയില്ലെങ്കിലും അവനവൻ്റെ ഉള്ളിൽ അനുഭവിക്കാത്തിടത്തോളം ആ ആളെ ഭക്തനായിട്ട് ഭഗവാൻ പോലും അംഗീകരിക്കില്ല. ഇനി ഇത് 6ാമത്തത്, യമനിയമാദികളോടുകൂടെ പൂജിക്കുക എന്നത് 6ാമത്തത്. ഇനി 7ാമത്തത്, ഒരു ഗുരുവിൽ നിന്ന് നമുക്ക് ദീക്ഷ കിട്ടുമ്പോൾ ഗുരു നമുക്ക് മന്ത്രദീക്ഷ തരും. അങ്ങനെ ആ മന്ത്ര ഉപാസകത്വം, അതാണ് 7ാമത്തെ ഭക്തി സാധനം. ഇനി 8ാമത് മംഗലശീലേ കേട്ട് ധരിച്ചു കൊള്ളേണം നീ. എന്താണ് 8ാമത്തത്? സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാവുക. ഭഗവാൻ എന്നത് പൂജാമുറിയിലെയോ ക്ഷേത്രത്തിലെയോ വിഗ്രഹം മാത്രമല്ല, ഈ കാണുന്നതൊക്കെ ഭഗവാനാണ് എന്ന ചിന്തയുണ്ടാവുന്നതാണ് 8ാമത്തെ ഭക്തി സാധനം.
ഇനി 9-ാമത്തത് സർവദാ മദ്ഭക്തന്മാരിൽ പരം ആസ്തിക്യവും. ഭക്തന്മാരോടുകൂടെ മാത്രമേ ഞാൻ സംഘം ചേരുകയുള്ളൂ എന്ന് ദൃഢനിശ്ചയമെടുത്ത് അവരോട് എന്നെ ആദരിക്കുന്നത് പോലെ എൻ്റെ ഭക്തന്മാരെയും ആദരിക്കുക. ഇങ്ങനെ സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും അങ്ങനെ വരുമ്പോൾ തന്നെ ലോകവിഷയങ്ങളിൽ ഒരു വൈരാഗ്യം ഉണ്ടാവും. സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം കേൾ 9-ാമത് ഭദ്രേ. ഇങ്ങനെ 9-ാമത്തെ സാധന എന്ന് പറയുന്നത് എൻ്റെ തത്വത്തെ വിചാരം ചെയ്യുക. അതുവരെ സഗുണോപാസനയാണെങ്കിൽ പതുക്കെ നിർഗുണോപാസനയിലേക്ക് പോവുക. ചിത്തശുദ്ധിക്ക് മൂലമാദി സാധനം നൂനം ഉക്തമായത് ഭക്തി സാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ. നമ്മൾ ശരിക്ക് ചിന്തിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷിച്ചു നോക്കിയാൽ ഭക്തി എന്നത് വളരെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു വിശ്വാസം മാത്രമാണ്. അപ്പോൾ ചിത്തശുദ്ധിക്ക് മൂലമായിട്ടുള്ളത്, കാരണമായിട്ടുള്ളത് ഈ പറഞ്ഞതൊക്കെയാണ്. ഇതൊക്കെ ചെയ്ത് ആദ്യം ചിത്തശുദ്ധി വരുത്തി ഭഗവാനെ അവനവന്റെ ഉള്ളിൽ കുടിയിരുത്തണം. തിര്യഗ് യോനിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ, നേരത്തെ ശബരി ചോദിച്ചത് ഞാനൊരു സ്ത്രീയാണ്, നീചയോനിയിൽ അതായത് നീചജാതിയിൽ ജനിച്ചവളാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ മറുപടിയായി ഭഗവാൻ പറയുന്നു, ഭക്തി എന്നത് തിര്യക് യോനിജങ്ങൾ, തിര്യക് എന്നാൽ മൃഗപക്ഷികൾ, ഇവർക്കാണെങ്കിലും. ഇനി നേരത്തെ പറഞ്ഞു ഞാനൊരു മൂഢയാണ്, ഒരു സ്ത്രീ ആണ്. കാരണം സ്ത്രീകൾക്ക് പൊതുവെ ലോകകാര്യങ്ങൾ അറിയില്ല എന്ന പഴയ ഒരു ചിന്താഗതിയാണിത്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീയാണ്. മൂഢമാരാം നാരികൾക്കെന്നാകിലും ഇനി പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ, സുന്ദരി എന്നാണ് വിളിക്കുന്നത്. ഇവിടെ പ്രായമേറെ ചെന്ന് ചുക്കിച്ചുളിഞ്ഞ ഒരു ശരീരത്തോടു കൂടിയവളാണ് ശബരി. പക്ഷേ ഭക്തി കൊണ്ട് അവൾ അത്യന്തം സുന്ദരിയാണ്. അതാണ് ഭഗവാൻ വിളിക്കുന്നത് സുന്ദരി മമ തത്വാനുഭൂതിയുണ്ടാം. ഞാൻ ആരാണ് എന്ന സത്യം നിനക്കറിയാൻ സാധിക്കും. അങ്ങനെ തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും. തത്ര ജന്മനി മർത്യൻ ഉത്തമ തപോധനെ. അങ്ങനെ ആ ഒരു ജന്മം മാത്രമാണ് അവന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഏത് ജന്മത്തിലാണോ മുക്തി ലഭിക്കുന്നത് ആ ജന്മം. ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ. ഭക്തി തന്നെയാണ് അതിന് കാരണം. ഭാഗവതാഢ്യേ, നീ മൂഢയല്ല, ആഢ്യയാണ്, ശ്രേഷ്ഠയാണ് നീ. കാരണം നീ ഭക്തയാണ്. ഭാഗവതാഢ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ട് കാണായി വന്നിതു. നിനക്കെന്നെ കാണാൻ സാധിച്ചു എന്നത് തന്നെയാണ് നീ ഭക്തയാണ് എന്നതിൻ്റെ ലക്ഷണം. തവ മുക്തിയുമടുത്തിതു നിനക്ക് തബോധനെ. ഇനി അതിനു മുൻപ് ഒരു കാര്യം അറിയണം. ജാനകി മാർഗമറിഞ്ഞീടിൽ നീ പറയണം. സീതാദേവിയെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന് അറിയാമെങ്കിൽ പറയണം. കേനവ, ആരാൽ, നീത, അവൾ കൊണ്ടുപോകപ്പെട്ടു. സീതാ മത്പ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുവാൻ ആദരാലുര ചെയ്താൾ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ തന്നെക്കുറിച്ചൊരു മതിപ്പുണ്ടായി. ഒപ്പം ഭഗവാനിലുള്ള ഭക്തി വർദ്ധിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. സർവവും അറിഞ്ഞിരിക്കുന്ന നിൻ തിരുവടി സർവജ്ഞനാണ്. ഭഗവാൻ അറിയാത്തതായിട്ടൊന്നുമില്ല. എവിടേക്കാ കൊണ്ടുപോയത് ഇതൊന്നും ആരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാകിലും ലോകാനുസരണാർത്ഥം ഇത് ഭഗവാൻ ആരെ ബോധിപ്പിക്കാനാണ്? ഈ ലോകത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത്, ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ പെരുമാറണം എന്ന് കാണിക്കാനാണ്. അപ്പോൾ ലോകർ അങ്ങയെ അനുസരിക്കുമെന്നതിനാൽ അങ്ങ് ചോദിച്ചു. അതിനാൽ ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ച് ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയത് ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ. അത്രയും
ഒരു യോഗിനിയായി തീർന്നിരിക്കുകയാണ്. ദിവ്യദൃഷ്ടി കൊണ്ടാണ് ശബരി കണ്ടത്, അല്ലാതെ ശബരി ലങ്കയിൽ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ദിവ്യദൃഷ്ടി കൊണ്ട് തണ്ടലർ മകളെ ഞാൻ മുമ്പിലമ്മാറു കണ്ടു. ഞാൻ എൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടു. ആ തണ്ടലർ മകളെ മുമ്പിൽ അമ്മാറ് കുറഞ്ഞൊന്നു തെക്കോട്ട് ചെന്നാൽ, ഇവിടെ ഞാൻ കണ്ടു എന്നതിൻ്റെയാണ് ആ ഞാൻ എന്നത് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇനി കുറച്ചു ദൂരം പോയി തെക്കു ഭാഗത്തേക്ക് ചെന്നാൽ പമ്പയാം സരസിനെ കാണാം, പമ്പാ നദിയെ കാണാം. തത്പുരോഭാഗേ, അതിൻ്റെ മുൻപിലായി പശ്യ പർവ്വതവരം, ശ്രേഷ്ഠമായ ഋഷ്യമൂകാചലം എന്നു പേരുള്ള ഒരു പർവ്വതത്തെ കാണാം. തത്ര വിശ്വസിച്ചിരിക്കുന്നു എന്നാൽ അവിടെ പാർത്തിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ 4 മന്ത്രികളോടും കൂടെ. മാർത്താണ്ഡാത്മജൻ, സൂര്യന്റെ മകനാണ് സുഗ്രീവൻ, അതുകൊണ്ടാണ് മാർത്താണ്ഡാത്മജൻ. എന്തുകൊണ്ട് അവിടെ പോയി? ബാലിയെ പേടിച്ച് സങ്കേതമായ അനുദിനം ബാലിക്ക് മുനിശാപം പേടിച്ച് ചെന്നുകൂടാ. അവിടെ ബാലിക്കൊരു ശാപമുള്ളതുകൊണ്ട് ഋഷ്യമൂക പർവ്വതത്തിൽ ചെന്നുകൂടാ. പാലനം ചെയ്യുക ഭവാൻ അവന വഴി പോലെ, ഭവാൻ ആ സുഗ്രീവനെ രക്ഷിച്ചാൽ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോട് എന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്ന് കാര്യവും സാധിച്ചിടും. ആ സുഗ്രീവനെ കണ്ട് സഖ്യം ചെയ്യുക. അങ്ങനെ സുഗ്രീവന്റെ സഹായത്താൽ ഭഗവാൻ അന്വേഷിക്കുന്ന കാര്യമൊക്കെ നടക്കും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ഭവത്പാദ പങ്കജത്തോട് ചേർന്ന് കൊള്ളുവാൻ തുടങ്ങുന്നു. ഞാനിതാ അഗ്നിപ്രവേശം ചെയ്ത് എൻ്റെ ശരീരത്തെ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാൻ അത്രൈവമേ തീർക്കേണം മായാകൃത ബന്ധനം ദയാനിധേ. ഭഗവാൻ ഒരു നിമിഷവും കൂടെ ഇവിടെ നിന്ന് എൻ്റെ ആ ദേഹത്യാഗത്തെ കണ്ട് എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ മായാകൃതമായിട്ടുള്ള ഈ ബന്ധനത്തെ ഇല്ലാതാക്കി തരണം. ഭക്തി പൂണ്ട് ഇത്തമുക്കുതുവാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കത് കാലം. ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഇന്നവർക്കെന്നില്ല എത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. ഭഗവാൻ ഈ പറഞ്ഞ ഉത്തമ ഭക്തിയുള്ളത് ആരാണെങ്കിലും, അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, നീചജാതി എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാകട്ടെ, ഭഗവാൻ പ്രസാദിക്കുകയാണെങ്കിൽ മുക്തി ലഭിക്കും നിശ്ചയം. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക്, ഇവിടെ ജനിച്ചവരൊക്കെ ജന്തുക്കളാണ്, ദുഷ്കരമായിട്ടൊന്നുമില്ലെന്ന് ധരിക്കണം. ഭഗവാന്റെ പ്രസാദം നേടുക, വേറൊന്നും ചെയ്യേണ്ട, ബാക്കിയെല്ലാം തനിയെ നടന്നുകൊള്ളും. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ഒരുപാടൊന്നും സാധന ചെയ്ത് കഷ്ടപ്പെടേണ്ട, മനസ്സ് ശുദ്ധമാക്കുക, ഭഗവാനെ കുടിയിരുത്തുക, വേറൊന്നും ചെയ്യേണ്ടതില്ല. ശ്രീരാമപാദാംഭോജം സേവിച്ചുകൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ത്യജിച്ച് തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം. ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലേണ്ട, ഒരുപാട് സ്തോത്രങ്ങൾ ചൊല്ലേണ്ട. ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരു ഒരു മന്ത്രോപദേശം ചെയ്താൽ അത് മാത്രം മതി. അത് വെച്ച് ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. ഭഗവാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സർവവും ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ഭഗവാനോട് ഐക്യം പ്രാപിക്കാം. രാമ രാമേതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്നീക്ഷണേ. ഇത് പറയുന്നത് പരമശിവനാണ്. പാർവതീദേവിയോട് കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേവിയോടാണ് പറഞ്ഞത്, ഇത് ഇങ്ങനെ ഭജിച്ചുകൊണ്ടാൽ മതി. യുദ്ധമീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തം അരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു. രുദ്രാണിയും പാർവതീദേവിയും ഭക്തപരവശയായി. പൈങ്കിളിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളെന്നിരുന്നരുളിനാൾ. ആ പൈങ്കിളിയും എഴുത്തച്ഛൻ്റെ കിളിപ്പെണ്ണും
ശങ്കര ഭഗവാനെ അങ്ങ് ജയിക്കുക, ശ്രീരാമ കഥ പറയുന്ന അങ്ങ് ജയിച്ചരുളിയാലും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. ഓം ശ്രീരാമചന്ദ്രായ